ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു CS സമ്മിറ്റ്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ മെയ്യിലെ ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ഫിനാൻസും അപ്പോയിൻമെൻറ്റ്സും അതേപോലെ ഇൻഡെക്സ് ആൻഡ് റിപ്പോർട്ട്സാണ് കവർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ്, ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ് ടേക്സ് ഓത്ത് ആസ് 52nd ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. സോ ഭൂഷൺ രാമകൃഷ്ണ ഗവായ് അഥവാ BR ഗവായ് ആണ് ഇന്ത്യയുടെ 52nd ചീഫ് ജസ്റ്റിസ്. ചീഫ് ജസ്റ്റിസിനെ പ്രസിഡൻ്റാണ് ഓത്ത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. പിന്നെ BR ഗവായ് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആണ്. ഇന്ത്യയിലത്തെ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആണ് BR ഗവായ്. ഇപ്പോൾ യൂഷ്വലി സുപ്രീം കോർട്ടിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജിനെയാണ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. BR ഗവായിയുടെ ടെന്യൂർ എന്ന് പറയുമ്പോൾ 2025 നവംബർ 23 വരെയാണ് ടെന്യൂർ ഉള്ളത്. പിന്നെ BR ഗവായ് സുപ്രീം കോർട്ട് ജഡ്ജ് ആവുന്നതിന് മുന്നേ ബോംബെ ഹൈക്കോർട്ടിലായിരുന്നു ജഡ്ജായിരുന്നു. ദെൻ BR ഗവായിയുടെ ഫാദർ ആയിട്ടുള്ള രാമകൃഷ്ണ സൂര്യബൻ ഗവായ്, ഹി വാസ് എ ഫോമർ ഗവർണർ ഓഫ് ബീഹാർ ആൻഡ് എ പ്രൊമിനൻറ്റ് ദലിത് ലീഡർ ആയിരുന്നു. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആവാൻ എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സുപ്രീം കോർട്ടിലെ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കണം. പിന്നെ ഹൈക്കോർട്ടിൽ ജഡ്ജ് ആയിരിക്കണം ഫോർ അറ്റ്ലീസ്റ്റ് 5 years, അല്ലെങ്കിൽ ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിരിക്കണം അറ്റ്ലീസ്റ്റ് 10 years. ഇത് രണ്ടും അല്ലെങ്കിൽ പ്രസിഡൻറ്റിന് ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റും, വെദർ ഹീസ് എ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ജുറിസ്റ്റ്. അതായത് ലോയിൽ എക്സ്ട്രാ ഓർഡിനറി ക്വാളിറ്റി എഡ്യൂക്കേഷനുള്ള ആൾക്കാരെ, നോളജ് ഉള്ള ആൾക്കാരെ പ്രസിഡൻറ്റിന് ചൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് CGIൻ്റെ അപ്പോയിൻമെൻ്റ് ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 124 സബ്സെക്ഷൻ 2 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട് ഗോയിങ് CGI, അതായത് മുന്നേ ഉള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, നമ്മുടെ BR ഗവായ്ക്ക് മുന്നേ സഞ്ജീവ് ഖന്നയായിരുന്നു. അപ്പോൾ ഔട്ട് ഗോയിങ് CGIക്ക് ഒരു നെയിം സജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ നെയിം യൂണിയൻ ലോ മിനിസ്റ്ററിന് കൊടുക്കും. പിന്നെ ലോ മിനിസ്റ്റർ അത് PM-ന് കൊടുക്കും. PM പിന്നെ പ്രസിഡൻറ്റിന് കൊടുക്കും. പ്രസിഡൻറ്റ് പിന്നെ അത് സൈൻ ചെയ്തിട്ട് ഓർഡറായിട്ട് ഇറക്കും. അങ്ങനെയാണ് അപ്പോയിൻമെൻറ്റ് പോകുന്നത്. നെക്സ്റ്റ്, റിമൂവൽ ഓഫ് CGI ഓർ ജഡ്ജസ്. റിമൂവൽ ഓഫ് CGI വരുന്നത് ആർട്ടിക്കിൾ 124 സബ്സെക്ഷൻ 4 CGIൻ്റെ റിമൂവൽ വരുന്നത്. ഇപ്പോൾ പ്രസിഡൻറ്റിന് പാർലമെൻറ്റിൽ വോട്ടിംഗ് നടത്തിയിട്ട് ഒരു മെജോറിറ്റി വോട്ടിംഗ്, സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ചീഫ് ജസ്റ്റിസിനെ പ്രസിഡൻറ്റിന് റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവലിൽ മേജർ റീസൺസ് വേണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പ്രൂവൺ മിസ്ബിഹേവിയർ ആയിരിക്കാം, എന്തെങ്കിലും മിസ്ബിഹേവിയർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി, ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസ്, അതിൽ ആ പൊസിഷന് ഇൻകാപ്പബിൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോയിൻമെൻ്റ് ആണ് CBI ഡയറക്ടർ പ്രവീൺ സൂഡ് ഗെറ്റ്സ് 1 year എക്സ്റ്റൻഷൻ. CBIയുടെ ഡയറക്ടറായിട്ടുള്ള പ്രവീൺ സൂഡിന് 1 year എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ CBIയുടെ ഡയറക്ടറാണ് പ്രവീൺ സൂഡ്. ഇനി CBI എന്താണെന്ന് നോക്കാം. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, എല്ലാവർക്കും ഫെമിലിയർ ആണ് CBI. ഇന്ത്യയിൽ തന്നെ പ്രീമിയർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് CBI. അവർ എന്ത് ഡീൽ ചെയ്യുന്നത്? ഹൈ പ്രൊഫൈൽ കേസസ് ആണ് ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ CBIനെ കുറിച്ച് പറയുകയാണെങ്കിൽ CBI ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും അല്ല, നോർ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിട്ടുണ്ടാവും. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഓർഗനൈസേഷൻ ഒരു ലോ പാസ് ചെയ്തിട്ട് അതിൻ്റെ അണ്ടറിൽ ഫങ്ഷനിൽ വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ CBI ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. ഇത് രണ്ടിലും പെടുന്നതല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയും അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അല്ല. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ പവറൊക്കെ വരുന്നത് ഏതിൻ്റെ അണ്ടറിൽ, ഏത് ആക്ടിൻ്റെ അണ്ടറിലാണ്? ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് DSPE ആക്ട് 1946 അണ്ടറിലാണ് CBIൻ്റെ പവേഴ്സ് വരുന്നത്. നെക്സ്റ്റ്, CBIയുടെ ഒറിജിൻ നോക്കാം നമുക്ക്. 1941 വേൾഡ് വാർ 2 സമയത്ത് സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, SPE. CBIയുടെ ഫസ്റ്റത്തെ നെയിമാണ് സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. അത് പിന്നെയാണത് അവർ കൺവേർട്ട് ചെയ്തത്. പിന്നെ ഒഫീഷ്യലി CBI ഫോം ചെയ്തത് എന്നാണ് 1 April 1963 സാന്താനം കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് ഹോം മിനിസ്ട്രി CBI ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് CBI വരുന്നത്? മിനിസ്ട്രി ഓഫ് പേഴ്സണൽ
പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻസ്. അപ്പോൾ ഇതൊക്കെയാണ് CBIനെ കുറിച്ചിട്ട്. നമുക്കിനി നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് നോക്കാം. ജസ്റ്റിസ് സൂര്യകാന്ത് അപ്പോയിൻറ്റഡ് ആസ് നാൽസ എക്സിക്യൂട്ടീവ് ചെയർമാൻ. സൂര്യകാന്ത് നാൽസയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് അപ്പോയിൻ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് നാൽസ? നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി, NALSA, നാൽസ. ഓക്കെ, നാൽസ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമ്മൾ മുന്നേ തന്നെ പറഞ്ഞു, ഒരു ലോ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അണ്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത്. 1995 എസ്റ്റാബ്ലിഷ് ചെയ്തു അണ്ടർ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് 1987. സൂര്യകാന്തിന് മുന്നേ BR ഗവായ് ആയിരുന്നു എക്സിക്യൂട്ടീവ് ചെയർമാൻ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ, BR ഗവായ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിൻ്റ് ആയി. സോ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഓഫ് നാൽസ ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. നമുക്കിനി നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് നോക്കാം. അനുരാഗ് ഭൂഷൺ അപ്പോയിൻറ്റഡ് ആസ് ഇന്ത്യാസ് അംബാസഡർ ടു സ്വീഡൻ. അപ്പോൾ അനുരാഗ് ഭൂഷൺ ഇന്ത്യയുടെ അംബാസഡറായിട്ട് സ്വീഡനിലേക്ക് അപ്പോയിൻ്റ് ചെയ്തത് ആരെയാണ്? അനുരാഗ് ഭൂഷണ്. നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് നോക്കാം. നർമ്മദേശ്വർ തിവാരി അപ്പോയിൻറ്റഡ് ആസ് വൈസ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ്. എയർ സ്റ്റാഫിൻ്റെ വൈസ് ചീഫായിട്ട് ആരെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്? നർമ്മദേശ്വർ തിവാരി. നർമ്മദേശ്വർ തിവാരി മുന്നേ സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡിൻ്റെ ചീഫായിരുന്നു. സോ ഇപ്പോൾ എയർ സ്റ്റാഫിൻ്റെ വൈസ് ചീഫായിട്ടാണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡിൻ്റെ ചീഫായിരുന്നല്ലോ, അപ്പോൾ അവിടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ടാവും. സോ അവിടെയും ഒരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ട്. എയർ മാർഷൽ നാഗേഷ് കപൂർ അപ്പോയിൻറ്റഡ് ആസ് ചീഫ് ഓഫ് സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ്. നെക്സ്റ്റ് ഒരു അപ്പോയിൻമെൻറ്റ് നോക്കാം. എയർ മാർഷൽ തേജീന്ദർ സിംഗ് ടേക്സ് ചാർജ് ആസ് ചീഫ് ഓഫ് IAF ഇന്ത്യൻ എയർഫോഴ്സ് ട്രെയിനിങ് കമാൻഡ്. ഇന്ത്യൻ എയർഫോഴ്സ് ട്രെയിനിങ് കമാൻഡ് എവിടെയാണ്? ബാംഗ്ലൂരിലാണുള്ളത്. സോ ഇന്ത്യൻ എയർഫോഴ്സ് ട്രെയിനിങ് കമാൻഡിൻ്റെ ചീഫായിട്ട് ആരാണ് ചാർജ് എടുത്തിരിക്കുന്നത്? തേജീന്ദർ സിംഗ്. നെക്സ്റ്റ് ഒരു അപ്പോയിൻമെൻ്റ് ആണ്. എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത് അസ്യൂംസ് ചാർജ് ആസ് CISE. CISE എന്ന് പറയുന്നത് ചീഫ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് CISC. ഈ CISCയുടെ മെയിൻ റോൾ എന്ന് പറയുന്നത് 3 സർവീസസിൽ, ഇന്ത്യയുടെ 3 സർവീസസ് ആയിട്ടുള്ള എയർഫോഴ്സ്, നേവി, ആർമി, ഈ 3 സർവീസിനെയും കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചീഫ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിൻ്റെ റോള്. ഈ CISC ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDSൻ്റെ അണ്ടറിലാണ് വരുന്നത്. നെക്സ്റ്റ് ഒരു അപ്പോയിൻമെൻ്റ് ആണ്. മേജർ ജനറൽ ലിസാമ PV അപ്പോയിൻറ്റഡ് ആസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ADG മിലിറ്ററി നഴ്സിംഗ് സർവീസ്. സോ മിലിറ്ററി നഴ്സിംഗിലെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റാണ് അഡീഷണൽ ഡയറക്ടർ ജനറൽ. സോ അഡീഷണൽ ഡയറക്ടർ ജനറലായിട്ട് ആരാണ് അപ്പോയിൻ്റ് ആയിരിക്കുന്നത്? മേജർ ജനറൽ ലിസാമ PV. നെക്സ്റ്റ് ഒരു അപ്പോയിൻമെൻ്റ് ആണ്. ഫോമർ ഡിഫൻസ് സെക്രട്ടറി അജയ് കുമാർ അപ്പോയിൻറ്റഡ് ആസ് UPSC ചെയർമാൻ. ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻ്റ് ആണ്. UPSC ചെയർമാനായിട്ട് ആരെയാണ് അപ്പോയിൻ്റ് ആയിരിക്കുന്നത്? അജയ് കുമാർ. നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. അമിതേഷ് കുമാർ സിൻഹ അപ്പോയിൻറ്റഡ് ആസ് CEO ഓഫ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ആരാണ് ചാർജ് എടുത്തിരിക്കുന്നത്? അമിതേഷ് കുമാർ സിൻഹ. നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ്. പ്രകാശ് മാഗ്ദം അപ്പോയിൻറ്റഡ് ആസ് ന്യൂ MD ഓഫ് നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NFDCൻ്റെ MD ആയിട്ട് പ്രകാശ് മാഗ്ദമാണ് അപ്പോയിൻ്റ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു അപ്പോയിൻമെൻറ്റ് നോക്കാം. ഹർവാൻഷ് ചൗള അപ്പോയിൻറ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ ബ്രിക്സ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ബ്രിക്സ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ചെയർമാൻ ആരാണ്? ഹർവൻഷ് ചൗളയാണ്. നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. ഗ്രെഗ് എബൽ അപ്പോയിൻറ്റഡ് ആസ് CEO ഓഫ് ബർക്ക്ഷയർ ഹെത്താവേ സക്സീഡിങ് വാരൻ ബഫറ്റ്. ബർക്ക്ഷയർ ഹെത്താവേയുടെ ന്യൂ CEO ആയിട്ട് ഗ്രെഗ് എബലാണ് ചാർജ് എടുത്തിരിക്കുന്നത്. മുന്നേ ആരായിരുന്നു? വാരൻ ബഫറ്റ് ആയിരുന്നു. നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ്. ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റഡ് ജസ്റ്റിസ് കെമ്പയ്യ സോമശേഖർ ആസ് ചീഫ് ജസ്റ്റിസ് ഓഫ് മണിപ്പൂർ ഹൈക്കോർട്ട്. മണിപ്പൂർ ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസായിട്ട് ആരെയാണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്? കെമ്പയ്യ സോമശേഖർ. കെമ്പയ്യ സോമശേഖർ ഇതിനു മുന്നേ കർണാടക ഹൈക്കോർട്ടിൻ്റെ ജഡ്ജായിരുന്നു. ഓക്കെ,
ഓക്കെ, അപ്പോൾ നമുക്ക് മെയ്യിലെ ഇമ്പോർട്ടൻറ്റ് ഫിനാൻസ് ന്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ന്യൂസ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് റിലേറ്റഡ് ആണ്. ഗസിയാബാദ് നഗർ നിഗം ഇഷ്യൂഡ് ഇന്ത്യാസ് ഫസ്റ്റ് സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട്. ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? ഗസിയാബാദ് നഗർ നിഗം. ഗസിയാബാദിലാണ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ്. എന്താ ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട്? ബോണ്ട് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് മണി റേസ് ചെയ്യാൻ പറ്റും. സോ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ബൈ അർബൻ ലോക്കൽ ബോഡീസ് ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് എന്ന് പറയുന്നത്. ഇത് മെയിൻലി എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്, സർട്ടൻ പ്രൊജക്ട്സ് ഉണ്ടാവും. ഇപ്പം എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നടത്തുന്ന പ്രൊജക്ട്സ് ഉണ്ടാവും. അതിന് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്പെഷ്യൽ ബോണ്ട്, ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട്. സോ ഈ ബോണ്ടിൽ അവർ 150 കോടി റേസ് ചെയ്തിട്ടുണ്ട് ഈ ബോണ്ടിൽ ഫോർ ഡെവലപ്പിംഗ് എ ടെർഷ്യറി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, TSTP, ടെർഷ്യറി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 150 കോടി റേസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് മുഖേന. സോ എവിടെയാണ് ഫസ്റ്റ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? ഗസിയാബാദിൽ. നെക്സ്റ്റ് ഒരു വൺ ലൈനർ ന്യൂസാണ്. ഗവൺമെൻറ് ഹാസ് നോട്ടിഫൈഡ് ആൻ എക്സ്പാൻഷൻ ഓഫ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ടപ്സ്. ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ടപ്സ്, CGSS. ഈ സ്കീം മെയിൻലി സ്റ്റാർട്ടപ്സിന് വേണ്ടിയിട്ടാണ്, അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുക. അതിനാണ് മെയിൻലി ഈ സ്കീമുള്ളത്. ഈ സ്കീമിൻ്റെ പ്രകാരം ഗ്യാരണ്ടി ലിമിറ്റ് 10 കോടിയിൽ നിന്ന് 20 കോടിയാക്കി, അതായത് ഗ്യാരണ്ടി ലിമിറ്റ് ഡബിൾ ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്ര ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് നമുക്ക് മെയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇൻഡെക്സ് നോക്കാം, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. ഈ ഇൻഡെക്സ് എന്താ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺട്രിയിൽ അവിടുത്തെ ജേർണലിസ്റ്റിന് എത്രത്തോളം ഫ്രീഡം ഉണ്ട് അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് എത്രത്തോളം ഫ്രീഡം ഉണ്ടെന്നാണ് അനലൈസ് ചെയ്യുന്നത്. സോ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2025 മൊത്തത്തിൽ 180 കൺട്രീസിനെയാണ് സ്റ്റഡി ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് നോർവേ ആണ്. ഫസ്റ്റ് കൺട്രി നോർവേ ആണ്. 92.31 ആണ് സ്കോർ വരുന്നത്. സെക്കൻഡ് എസ്റ്റോണിയ, തേർഡ് നെതർലാൻഡ്സ്, ഫോർത്ത് സ്വീഡൻ, ഫിഫ്ത്ത് ഫിൻലാൻഡാണ് വന്നിരിക്കുന്നത്. ബോട്ടം 5 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 180 കൺട്രീസാണ് സ്റ്റഡി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്ന കൺട്രി എറിട്രയാണ്. 11.32 ആണ് എറിട്രയുടെ സ്കോർ വന്നിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് നോർത്ത് കൊറിയ, പിന്നെ 178 ചൈനയാണ്, പിന്നെ സിറിയ, ഇറാൻ, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇന്ത്യനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ 180 കൺട്രിയിൽ 151 ആണ് ഇന്ത്യയുടെ പൊസിഷൻ. ഇന്ത്യയുടെ സ്കോർ 32.96 ആണ് സ്കോർ വരുന്നത്. 2024 ഇന്ത്യയുടെ പൊസിഷൻ 159th ആയിരുന്നു. നമ്മൾ ഇപ്രാവശ്യം 8 പ്ലേസസ് മുന്നോട്ട് പോയിട്ടുണ്ട്. 151 ആണ് നമ്മുടെ ഇപ്പോഴത്തെ പൊസിഷൻ. അപ്പോൾ ഓർത്തിരിക്കുക, ഫസ്റ്റ് ആരാണ്? നോർവേ. മൊത്തം എത്ര കൺട്രീസിനെ സ്റ്റഡി ചെയ്തു? 180 കൺട്രീസിനെ. ഇന്ത്യയുടെ പൊസിഷൻ എന്താണ്? 151 ആണ്. ഏറ്റവും ലാസ്റ്റത്തെ കൺട്രി ഏതാ? 180th പൊസിഷൻ ആർക്കാണ്? എറിട്രിയയ്ക്കാണ്. നെക്സ്റ്റ് റിപ്പോർട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2023. ആക്ച്വലി 2025 റിപ്പോർട്ടാണ്. 2023 ഡാറ്റ അനലൈസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ 2025 ഇത് റിലീസ് ചെയ്യുന്നത് അവർ. UNDP ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത്. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, UNDP. ഇപ്രാവശ്യത്തെ 2025 HDR ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ എന്താണ്? എ മാറ്റർ ഓഫ് ചോയ്സ്, പീപ്പിൾ ആൻഡ് പോസിബിലിറ്റീസ് ഇൻ ദ ഏജ് ഓഫ് AI. ഇതാണ് 2025 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ. ഇപ്രാവശ്യം മൊത്തം 193 കൺട്രീസിനാണ് അവർ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. ടോപ്പ് 3 കൺട്രീസ് ഏതാണ്? ഐസ്ലാൻഡ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഐസ്ലാൻഡാണ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വാല്യൂ എത്രയാണ്? 0.972 ആണ് ഐസ്ലാൻഡിന്. സെക്കൻഡ് നോർവേ, തേർഡ് സ്വിറ്റ്സർലാൻഡാണ് വന്നിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ബോട്ടം 193 കൺട്രീസാണ് ഓൾറെഡി സ്റ്റഡി ചെയ്തിരിക്കുന്നത്. 193rd കൺട്രിയാണ് സൗത്ത് സുഡാൻ. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വാല്യൂ എത്രയാണ്? 0.388 ആണ്. ഇന്ത്യയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് 130th റാങ്കാണ്. 130 ഇന്ത്യയുടെ റാങ്ക്. HDI വാല്യൂ എത്രയാണ് ഇന്ത്യയുടെ? 0.685. ഇന്ത്യ ഒരു മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കാറ്റഗറിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കാറ്റഗറി ആണെങ്കിൽ HDI വാല്യൂ അറൗണ്ട്
0.7 ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കണം. അപ്പോൾ നമ്മുടെ എത്ര വാല്യൂ 0.685. അപ്പോൾ നമ്മൾ ഏകദേശം എടുത്താണ്. പക്ഷെ ഇപ്പം മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് കാറ്റഗറിയിലാണ് ഇന്ത്യ ഉള്ളത്. HDIനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ HDI 1990 തൊട്ടിട്ടാണ് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയത്. ചില പാരാമീറ്റേഴ്സ് ഉണ്ട് ഇത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, പിന്നെ സെക്കൻഡ് വൺ എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്, തേർഡ് വൺ ഗ്രോസ് നാഷണൽ ഇൻകം. സോ ഇത് പ്രകാരമാണ് HDI മെഷർ ചെയ്യുന്നത്. സോ ഏത് കൺട്രിയാണ് ഫസ്റ്റ് HDI പ്രകാരം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഏത് കൺട്രിക്കാണ് കൂടുതൽ? ഐസ്ലാൻഡിന്. ഏറ്റവും കുറവായിരിക്കായിരുന്നു സൗത്ത് സുഡാൻ. ഇന്ത്യ എത്രാമത്തെ പൊസിഷനിലായിരുന്നു? 130. മൊത്തം എത്ര കൺട്രീസിന് സ്റ്റഡി ചെയ്തു? 193. നെക്സ്റ്റ് ഒരു വൺ ലൈനർ ന്യൂസാണ്. നിതി ആയോഗ് റിലീസസ് റിപ്പോർട്ട് ഓൺ എൻഹാൻസിങ് കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് MSMEs ഇൻ ഇന്ത്യ. എൻഹാൻസിങ് കോമ്പറ്റീറ്റീവ്നെസ് ഓഫ് MSMEs ഇൻ ഇന്ത്യ. ആ റിപ്പോർട്ട് ആരെ റിലീസ് ചെയ്തിരിക്കുന്നത്? നിതി ആയോഗ്. അത് ജസ്റ്റ് ഓർത്തിരിക്കുക. നെക്സ്റ്റ് റിപ്പോർട്ടാണ് ഹിമാലയൻ ക്ലീനപ്പ് 2024 റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ഹിമാലയാസിൽ 70% ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് നോൺ റീസൈക്ലബിളാണ്. 70% നോൺ റീസൈക്ലബിൾ പ്ലാസ്റ്റിക്കാണ് ഇന്ത്യൻ ഹിമാലയസിൽ കാണപ്പെടുന്നത്. അതിൻ്റെ മെയിൻ സോഴ്സ് എന്താണെന്നറിയോ? സിംഗിൾ യൂസ് ഫുഡ് ആൻഡ് ബിവറേജ് പാക്കേജിംഗ് ആണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഹിമാലയൻ ക്ലീനപ്പ് 2024 റിപ്പോർട്ട് പ്രകാരം. നെക്സ്റ്റ് ഒരു വൺ ലൈനർ ന്യൂസ് തന്നെയാണ് വീണ്ടും. ഇന്ത്യ റാങ്ക്സ് എമോങ് ടോപ്പ് 6 പേറ്റൻറ്റ് ഫൈലേഴ്സ് ഇൻ 6G ടെക്നോളജി. അപ്പോൾ 6G ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് ഇന്ത്യ നമ്പർ ഓഫ് പേറ്റൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. സോ അതിൽ ടോപ്പ് 6ലാണ് ഇന്ത്യ നിൽക്കുന്നത്. നെക്സ്റ്റ് ഫോർബ്സ് ലിസ്റ്റ് ഓഫ് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്സ് 2025. സോ ഫോർബ്സ് ലിസ്റ്റ് ഓഫ് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്സ് 2025 പ്രകാരം ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ്. കോൺസിക്യൂട്ടീവായിട്ട് തേർഡ് പ്രാവശ്യമാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് ക്രിസ്ത്യാനോ ടോപ്പ് ആവുന്നത്. ഓക്കെ, ഹയസ്റ്റ് പെയ്ഡ് അത്ലറ്റ് ആരാണ്? ക്രിസ്ത്യാനോ, അക്കോർഡിംഗ് ടു ഫോർബ്സ് ലിസ്റ്റ് 2025. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ്, ഫിനാൻസ് ന്യൂസ്, പിന്നെ ഇൻഡെക്സ് ആൻഡ് റിപ്പോർട്ട്സ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നാൽസ റിലേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഓഫ് നാൽസ. അല്ലേ, നമ്മൾ പഠിച്ചതാണ്. സൂര്യകാന്ത് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഓഫ് നാൽസ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. യെസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നാൽസ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1995 ഫോളോയിങ് ദ ഇനാക്ട്മെൻറ്റ് ഓഫ് ദ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് 1987. നാൽസ 1995 അല്ലേ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് അണ്ടർ ദിസ് ആക്ട്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നമ്മുടെ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ബോത്ത് 1 and 2 ആണ് കറക്റ്റ്. സോ ഓപ്ഷൻ സി ഈസ് ദ correct answer. Next question. Central Bureau of Investigation was officially established in 1963 following the recommendations of which committee? ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് CBI ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? സന്താനം കമ്മിറ്റി അല്ലേ. ഓപ്ഷൻ സി, സന്താനം കമ്മിറ്റി ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ഇന്ത്യാസ് നെക്സ്റ്റ് അംബാസഡർ ടു സ്വീഡൻ? ഇന്ത്യൻ്റെ അംബാസഡറായിട്ട് സ്വീഡനിലേക്ക് ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? അനുരാഗ് ഭൂഷണാണ് അല്ലേ. ഓപ്ഷൻ എ, അനുരാഗ് ഭൂഷൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് വൈസ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ്? വൈസ് ചീഫ് ഓഫ് എയർ സ്റ്റാഫായിട്ട് ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? നർമ്മദേശ്വർ തിവാരി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ UPSC ഇൻ 2025? UPSCയുടെ ചെയർമാനായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? ആരായിരുന്നു? അജയ് കുമാറിനായിരുന്നു. ഓപ്ഷൻ സി, അജയ് കുമാർ. നെക്സ്റ്റ്. വിച്ച് ഇന്ത്യൻ സിറ്റി ഇഷ്യൂഡ് ദ കൺട്രീസ് ഫസ്റ്റ് സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട്? ഗ്രീൻ മുനിസിപ്പൽ ബോണ്ട് ഇഷ്യൂ ചെയ്ത ഇന്ത്യയിൽ ഫസ്റ്റ് ഇഷ്യൂ ചെയ്ത ഏത് സിറ്റി ഇഷ്യൂ ചെയ്തത്? ഗസിയാബാദാണ് അല്ലേ. ഓപ്ഷൻ സി, ഗസിയാബാദ് ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്ക് ഇൻ ദ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2025 റിലീസ്ഡ് ബൈ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് RSF? സോ വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ആണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഇന്ത്യയുടെ റാങ്ക്?
151 അല്ലായിരുന്നു? യെസ്, 151. മൊത്തത്തിൽ എത്ര കൺട്രീസ് ഉണ്ടായിരുന്നു? 180 കൺട്രീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി സെക്യൂർഡ് ദ ടോപ്പ് പൊസിഷൻ ഇൻ ദ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2023? HDI 2023 പ്രകാരം ഏത് കൺട്രിയാണ് ടോപ്പ് നിന്നത്? ഐസ്ലൻഡ് അല്ലേ? ഓപ്ഷൻ ഡി, ഐസ്ലാൻഡ്. യെസ്. അപ്പോൾ അതാണ് നമ്മുടെ മെയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസസ്, ഫിനാൻസും അപ്പോയിൻമെൻറ്റ്സും ഇൻഡെക്സും റിപ്പോർട്ട്സും. നമ്മൾ ഓൾറെഡി മെയിലെ വേറെ ന്യൂസ് കവർ ചെയ്തിട്ടുണ്ട്. സോ അതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ എല്ലാവരും. താങ്ക് യു.